ഏറ്റവും സ്നേഹാദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, ജീവിതത്തിൻ്റെ എല്ലാ മേഖലകളിലും സർവശക്തനും അളവറ്റ ദയാബലനുമായ അള്ളാഹുവിൻ്റെ കൽപ്പന നിർദ്ദേശങ്ങൾ ജീവിതത്തിലുടനീളം പാലിക്കണമെന്നുള്ള വസീയത്ത് സ്വന്തത്തെ മറക്കാതെ ഓരോ വിശ്വാസിനികളെയും ഓർമ്മപ്പെടുത്തുകയാണ്. അത്തരം മുത്തഖീങ്ങളിൽ അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ. ഒരിക്കൽ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ സഅദ് ഇബ്നു അബി വഖാസ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, യാ റസൂലല്ലാഹ്, അയ്യുന്നാസി അശദ്ദു ബലാ, ജനങ്ങളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരാകുന്നവർ ആരാണ്? പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മറുപടി, അൽ അംബിയാ, അത് അള്ളാഹുവിൻ്റെ ദൂതന്മാരാണ്. സുമ്മൽ അംസലു ഫൽ അംസലു, പിന്നെ അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ, പിന്നെ അവരെ ഏറ്റവും ഇഷ്ടപ്പെടുന്നവർ. എന്നിട്ട് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും പറഞ്ഞു, ഫയുബ്തല റജുലു അലാ ഹസ്ബി ദീനിഹി ഫഇൻ കാന ദീനുഹു സുൽബൻ ഇഷ്തദ്ദ ബലാഉഹു, ഓരോ വ്യക്തിയും പരീക്ഷിക്കപ്പെടുക തന്നെ ചെയ്യും. അതിൻ്റെ തോത് പ്രവാചകർ വിശദീകരിച്ചു. മതനിഷ്ഠയുടെ അടിസ്ഥാനത്തിലാണ് അള്ളാഹു അവനെ പരീക്ഷിക്കുക. എന്ന് വെച്ചാൽ അള്ളാഹുവുമായിട്ട് ഏറ്റവും കൂടുതൽ അടുത്ത് നിൽക്കുന്നവരെ പരീക്ഷണത്തിൻ്റെ ആഴം കൂടുമെന്നാണ്. അതിൻ്റെ തോത് കുറയും തോറും ആ പരീക്ഷണങ്ങളുടെയും തോത് കുറയുമെന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇത് സുന്നത്ത് തുർമുദിയിൽ വന്ന ഹദീസാണ്. മറ്റൊരു ഹദീസിൽ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുകയാണ്, അബീ ഹുറൈറ റളിയല്ലാഹു അൻഹുവാണ് നമുക്ക് പഠിപ്പിച്ചു തരുന്നത്, പാപമുക്തരായ അള്ളാഹുവിനെ കണ്ടുമുട്ടുന്നത് വരെ വിശ്വാസിനികളെ പരീക്ഷിക്കുമെന്നാണ്. മാ യസാലുൽ ബലാഉ ബിൽ മുഅ്മിൻ വൽ മുഅ്മിനത്തി ഫീ നഫ്സിഹി വ വലദിഹി വ മാലിഹി, മൂന്ന് കാര്യങ്ങൾ: അവൻ്റെ ശരീരം, അവൻ്റെ സമ്പത്ത്, അവൻ്റെ മക്കൾ. ഈ മൂന്ന് രീതിയിലും അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ്. ആർക്ക്? എല്ലാ മുസ്ലിമുകൾക്കുമല്ല, അള്ളാഹുമായിട്ട് അടുപ്പത്തിലുള്ളവർ, കൃത്യനിഷ്ഠയോടുകൂടി ജീവിതത്തെ അടയാളപ്പെടുത്തുന്നവർക്കാണ് അള്ളാഹുവിൻ്റെ പ്രവാചകർ ഈ കാര്യം നമുക്ക് പഠിപ്പിച്ചു തരുന്നത്. ഹത്താ യൽഖല്ലാഹു വമാ അലൈഹി ഖതിഅത്തുൻ, പാപമുക്തരായിക്കൊണ്ട് അള്ളാഹുവിൻ്റെ അടുക്കൽ ചെല്ലുന്നത് വരെ പരീക്ഷണം വന്നുകൊണ്ടേയിരിക്കും. നമ്മളൊക്കെ പലരും മനസ്സുകൊണ്ടെങ്കിലും വിചാരിക്കാറുണ്ട്, റബ്ബേ നിന്നെ പരമാവധി സൂക്ഷിക്കുന്നയാളാ, ചുറ്റുപാടുമുള്ളവർ അങ്ങനെയുള്ളവരുമൊന്നല്ല, എന്നാലും റബ്ബ് എന്തിനാണ് എന്നെ ഈ പരീക്ഷിക്കുന്നത് എന്നുള്ള ഒരു തെറ്റായ വിചാരം നമുക്കൊക്കെ തോന്നാറുണ്ട്. അവിടെയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിക്കുന്നത്, ഇബാദത്തിൻ്റെ ആഴം കൂടുന്നതനുസരിച്ച്, തഖ്വയുമായി ബന്ധപ്പെടുന്നതനുസരിച്ച് അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾ ഉണ്ടാകുമെന്നാണ്. എന്തിനു വേണ്ടിയാണ്? നിങ്ങളുടെ ഈമാനിൽ പുഴുക്കുത്തുകൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസത്തിൽ വൈകൃതങ്ങൾ ഇല്ലാതിരിക്കുവാൻ വേണ്ടി, നിങ്ങളുടെ വിശ്വാസത്തിൽ തനിമയുള്ളവരാകുവാൻ വേണ്ടിയാണ് അള്ളാഹുവിൻ്റെ ഈ പരീക്ഷണങ്ങളെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. അമ്പിയാക്കന്മാരാണ് ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരായവർ. അതിൽ ഏറ്റവും കൂടുതൽ വിധേയരായവർ ഉലുൽ അസ്മുകളാണ്, 5 പ്രവാചകന്മാർ. അവരെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ ഉപമിക്കുന്നത്, സത്യവിശ്വാസികളോട് പറയുന്നത്, ഫസ്ബിർ കമാ സ്വബറ ഉലുൽ അസ്മി മിനർ റുസുൽ, നിങ്ങൾ ദൃഢവാന്മാരായ, ദൃഢമനസ്കരായ ഉലുൽ അസ്മുകളെ പോലെ നിങ്ങൾ ക്ഷമിക്കണമെന്നാണ്. ഈ വിഷയങ്ങളിലെല്ലാം, പ്രബോധന മേഖലയിലായിരുന്നാലും, സാമൂഹ്യ ചിന്തകളിലായിരുന്നാലും, മറ്റേതു മണ്ഡലങ്ങളിലായിരുന്നാലും വിവിധതരം പരീക്ഷണങ്ങൾ ഉണ്ടാകുമ്പോൾ ഉലുൽ അസ്മുകളെ നിങ്ങൾ ഓർക്കുക, അവർ ക്ഷമിച്ചതുപോലെ നിങ്ങളും ക്ഷമിക്കുക എന്ന് പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ആ ഉലുൽ അസ്മുകളിൽ ഏറ്റവും കൂടുതൽ അള്ളാഹുവിൻ്റെ പരീക്ഷണങ്ങൾക്ക് വിധേയരായത് മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളാണ് എന്ന് നമുക്ക് ചരിത്രത്തിൽ നിന്നും വായിച്ചെടുക്കുവാൻ സാധിക്കും. നോക്കൂ സഹോദരങ്ങളെ, അള്ളാഹിൻ്റെ റസൂലിൻ്റെ ജനനത്തിന് മുമ്പ് തന്നെ പിതാവ് നഷ്ടപ്പെടുകയാണ്, അബ്ദുള്ള നഷ്ടപ്പെടുകയാണ്. പ്രവാചകരുടെ 6ാമത്തെ വയസ്സിൽ ഉമ്മ ആമിന നഷ്ടപ്പെടുകയാണ്. പിന്നെ ആട്ടിടയനായും യതീമായും ജീവിക്കുന്ന പ്രവാചകർ, അള്ളാഹുവിൻ്റെ ഹബീബിൻ്റെ ഈ ചരിത്രമാണ് നാം കേൾക്കുന്നത് സഹോദരങ്ങളെ.
അള്ളാഹുവിൻ്റെ ഏറ്റവും ഹബീബായിരുന്നിട്ട് പോലും യുദ്ധം ചെയ്യുന്നതിൽ, അള്ളാഹുവിന് ജിഹാദ് ചെയ്യുന്ന സമയത്ത് പോലും വയറ്റിൽ കല്ലുവച്ച് കെട്ടിക്കൊണ്ടായിരുന്നു എന്നുള്ളത് ചരിത്രം നാം മനസ്സിലാക്കിയവരാണ്. വേണ്ടപ്പെട്ടവരിൽ നിന്നും ഊരുവിലക്ക് അനുഭവിച്ച പ്രവാചകരുടെ ചരിത്രവും മറ്റൊന്നല്ല. പ്രതീക്ഷയോടുകൂടി ത്വായിഫിൽ പോയപ്പോഴേക്കും കൂക്കുവിളിയും അതുപോലെ ഭ്രഷ്ടുകൽപ്പനയുമൊക്കെ ചരിത്രത്തിൽ നിന്നും നാം വായിക്കുകയാണ്. നമസ്കാരത്തിനുള്ള സ്വാതന്ത്ര്യം പോലും നഷ്ടപ്പെടുത്തിക്കൊണ്ട് സുജൂദിൽ കടന്ന പ്രവാചക പുങ്കവരെ കുടൽമാല ഇട്ടുകൊണ്ട് പ്രയാസപ്പെടുത്തിയ മക്കക്കാരുടെ ചരിത്രം നാം വായിച്ചവരാണ്. അള്ളാന്റെ റസൂലിന്റെ ആൺമക്കളൊക്കെ മരിച്ചു പോവുകയാണ്. ഒരു മകൻ മാത്രം, ഇബ്രാഹിം എന്ന് പറയുന്ന ഒരു മകൻ മാത്രമാണ് 16-ാമത്തെയോ 18-ാമത്തെയോ മാസത്തിൽ മരിക്കുന്നത്. ബാക്കിയെല്ലാം പ്രസവിക്കുന്ന സമയത്ത് തന്നെ മരിച്ചു പോവുകയാണ്. അതിനെ സംബന്ധിച്ചാണ് വിശുദ്ധ ഖുർആൻ പറയുന്നത്, ഇന്ന ശാനിയക ഹുവൽ അബ്തർ. ആൺമക്കളെല്ലാം മരിച്ചു പോകുന്നത് കണ്ടുകൊണ്ട് മക്കക്കാർ അള്ളാന്റെ റസൂലിനെ കളിയാക്കിയെന്നാർ. വാലറ്റം നഷ്ടപ്പെട്ടവനാണ് മുഹമ്മദ്. കണ്ടോ, ഒരു ആൺതുണയുടെ സഹായം പോലും ഇല്ലാതെ അള്ളാഹുവിൻ്റെ പരീക്ഷണത്തിന് വിധേയനായവനാണ് മുഹമ്മദ് എന്ന് അള്ളാന്റെ റസൂലിനെ കളിയാക്കിയത് ചരിത്രത്തിൽ നിന്ന് നാം വായിക്കുകയാണ്. അള്ളാഹുവിൻ്റെ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ദീനിൻ്റെ ആ ഒരു വളർച്ച കണ്ടുകൊണ്ട് അസ്വസ്ഥരാകുന്ന മക്കയിലെ മുശ്രിക്കുകൾ മുഹമ്മദ് നബിയുടെ അടുക്കൽ ഒരാളെ വിടുകയാണ്. നീ മുഹമ്മദിന്റെ അടുക്കൽ ചെല്ലണം. ഈ ഒരു അവസ്ഥയിൽ മുന്നോട്ട് പോവുകയാണെങ്കിൽ നമ്മുടെ പാരമ്പര്യം നഷ്ടപ്പെടും, നമ്മുടെ അസ്തിത്വം തന്നെ ചോദ്യം ചെയ്യും എന്നുള്ള ആ ഒരു വിശ്വാസത്തോടുകൂടി ഒരു മുശ്രിക്കിനെ വിടുകയാണ് അള്ളാഹുവിൻ്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ. ആ മനുഷ്യൻ വന്നുകൊണ്ട് പ്രവാചകരുടെ അടുക്കൽ പറയുകയാണ്, ശഖഖ്ത അസ്വാനാ, ഐക്യം തകർത്തവനാണ് മുഹമ്മദേ നീ. ഇത് പറയുമ്പോൾ വിശ്വാസികളെ, നമ്മുടെ ഇന്നത്തെ ചുറ്റുപാടും കൂടി നമ്മുടെ മനോമുഖരത്തിൽ തെളിയട്ടെ. തൗഹീദും സുന്നത്തുമായി പ്രബോധനത്തിന് പോകുമ്പോഴേക്കും കേൾക്കുന്ന ഈ കുത്തുവാക്കുകൾ ആദ്യമായി കേട്ടത് നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാമാണ്. പ്രവാചകന്മാരിൽ അന്തിമദൂതനാണ്. പിന്നീട് പ്രവാചക ശൃംഖലയിൽ ഈ കുത്തുവാക്കുകൾ കേൾക്കുന്നത്. ശഖഖ്ത അസ്വാനാ, ഐക്യം തകർത്തവനാണ് മുഹമ്മദേ നീ. വസബബ്ത ആലിഹത്തുനാ, ഞങ്ങളുടെ ഇലാഹുകളെ നീ ചീത്ത വിളിക്കുകയാണ്. ഞങ്ങളുടെ പാരമ്പര്യത്തിന് എതിരായിട്ടാണ് നീ സംസാരിക്കുന്നത്. ഞങ്ങളുടെ പാരമ്പര്യം, ഞങ്ങളുടെ പൈതൃകത്തെ നീ കളങ്കപ്പെടുത്തുന്നവനാണ്. ഇന്നും നാം കേട്ടുകൊണ്ടിരിക്കുകയാണല്ലോ സഹോദരങ്ങളെ. ഖുർആനും സുന്നത്തും അനുസരിച്ചുകൊണ്ട് ജീവിക്കുകയും പ്രബോധനം ചെയ്യുമ്പോഴൊക്കെ ഈ കുത്തുവാക്കുകൾ ഇന്നും കേൾക്കാൻ സാധിക്കും. ഞങ്ങളുടെ ഐക്യത്തെ തകർത്തവരാണിവർ, ഞങ്ങളുടെ പാരമ്പര്യത്തെ നശിപ്പിക്കുവാൻ ഇറങ്ങി പുറപ്പെട്ടവരാണവർ, ഞങ്ങളുടെ ഇടയാളന്മാരെ മോശപ്പെടുത്തുന്നവരാണിവർ. ഇതെല്ലാം അബീ ജഹൽ പറഞ്ഞുകൊണ്ടിരുന്നതാണ് എന്ന് വിശുദ്ധ ഖുർആനിലെ സൂറത്തുൽ ഇഖ്ലാസിന്റെ അവതരണ പശ്ചാത്തലവുമായിട്ടാണ് ഈ സംഭവം ഉള്ളത്. ഫഇൻ കുൻത ഫഖീറൻ അഗ്നൈക്, ഫഇൻ കുൻത ഫഖീറൻ അഗ്നൈനാക്. നിനക്ക് സമ്പത്താണോ വേണ്ടത് മുഹമ്മദ്? നിന്നെ ഞങ്ങൾ ദാരിദ്ര്യത്തിൽ നിന്നും മാറ്റിക്കൊണ്ട് ധന്യത നൽകാം മുഹമ്മദേ. വഇൻ കുൻത മജ്നൂനം ദാവൈനാക്. നിനക്കെന്തെങ്കിലുമൊക്കെ മജ്നൂൻ, ഭ്രാന്താണോ നിനക്കുള്ളത് എങ്കിൽ ചികിത്സിച്ച് ഭേദമാക്കാം മുഹമ്മദേ. വഇൻ ഹവൈത ഇംറഅതൻ സവ്വജ്നാകഹാ. അല്ല, നിനക്ക് മക്കയിലെ ഏത് പെണ്ണാണ് നിനക്ക് ആവശ്യം, അതിനെ കെട്ടിച്ചു തരാം മുഹമ്മദേ. ഇതിൽ നിന്നും നീ പിന്മാറണം. അള്ളാന്റെ റസൂൽ ചിരിച്ചുകൊണ്ട് പറയുന്ന മറുപടി, ലസ്തു ബിഫഖീറിൻ വലാ മജ്നൂൻ. നിങ്ങൾ പറയുന്ന ആളൊന്നുമല്ല ഞാൻ. വലാ ഹൈതംറഅത, എനിക്കൊരു പെണ്ണിന്റെയും ആവശ്യമില്ല, അതിന്റെ ലക്ഷ്യമേ അല്ല. അന റസൂലുള്ളാഹ് അദ്ഉകും മിൻ ഇബാദത്തിൽ അസ്നാമി ഇലാ ഇബാദത്തിഹി. അല്ലാഹുവിലേക്ക് ക്ഷണിക്കുവാൻ വന്നയാളാ ഞാൻ. നിങ്ങൾ ആരാധിച്ചു കൊണ്ടിരിക്കുന്നതിനെയെല്ലാം ഒഴിവാക്കണം. ഇടയാളന്മാരെ വച്ചുകൊണ്ട് അള്ളാഹുവിങ്കലേക്ക് അടുക്കുവാനായിട്ട് മഹാന്മാരായിട്ടുള്ളവരെ നിങ്ങൾ സ്വീകരിച്ചിരിക്കുന്നുവല്ലോ, അതിനെ കൈയൊഴിയണം, റബ്ബിലേക്ക് നിങ്ങൾ അടുക്കണം എന്ന് പറയുമ്പോഴേക്കും ആ മനുഷ്യൻ പ്രവാചകനോട് പറയുന്ന ഒരു ചോദ്യമുണ്ട്. എന്താണെന്നറിയുമോ? ഫഖാലൽ മുശ്രിക്കൂൻ, അവർ പറഞ്ഞിരുന്ന ഒരു മറുപടി, 360 പേരാ ഞങ്ങളുടെ കൂടെയുള്ളത്. 360 പേർ ഞങ്ങളുടെ ഇഷ്ടപ്പെട്ട ഇലാഹുകളുണ്ട്. ലാ തഖൂമു ബിഹവായിജിന, അവരെ കൊണ്ടൊന്നും ഞങ്ങളുടെ ആഗ്രഹങ്ങൾ നിറവേറ്റുന്നില്ല. ഫകൈഫ യഖൂമുൽ വാഹിദു ബിഹവായിജിൽ ഖൽഖ്. എന്നിട്ടാണോ നീ ഒരാളെ മാത്രം കൊണ്ടുവരുന്നത്? നോക്കൂ സഹോദരങ്ങളെ,
അള്ളാനെ മാത്രം എന്ന് പറയുമ്പോഴേക്കും പലരുടെയും അസ്വസ്ഥത നിറഞ്ഞ വാക്കുകളാണ് ഇത്. അള്ളാനെ മാത്രം നിങ്ങൾ വിളിച്ചു തേടി പ്രാർത്ഥിക്കണം, അള്ളാഹ്ക്ക് മാത്രം വഴിപാടർപ്പിക്കണം, അള്ളാനെ കൊണ്ട് മാത്രം സത്യം ചെയ്യണം എന്ന് പറയുമ്പോഴേക്കും അവർ പറഞ്ഞുകൊണ്ടിരിക്കുന്ന വാദമാണ് ഇന്നും തുടരുകയാണ് അന്യസൂതമായിട്ട്. അവർ പറഞ്ഞതെന്താ? 360 പേരാ ഞങ്ങൾക്കുള്ളത്, അവരെ കൊണ്ട് പോലും ഞങ്ങളുടെ ഹാജത്തുകൾ നിറവേറ്റുവാൻ സാധിക്കുന്നില്ല, പിന്നെയാണോ അള്ളാ എന്ന് പറയുന്ന ഒരാളെ കൊണ്ട് മാത്രം സൃഷ്ടികളുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുമെന്ന് മുഹമ്മദേ നീ ഞങ്ങളോട് പറയുന്നത് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. നോക്കൂ സഹോദരങ്ങളെ, അള്ളാന്റെ റസൂലിനെ എത്രമാത്രം പ്രയാസപ്പെടുത്തി ആ മക്കക്കാർ. ഉപരോധവും ബഹിഷ്കരണവും. മക്കക്കാർ ഹാഷിം കുടുംബത്തിന് ഉപരോധം നൽകിയെന്നാണ്. പ്രബോധനത്തിൽ നിന്ന് പിന്മാറുന്നില്ല എന്നുള്ള ഘട്ടമെത്തിയപ്പോഴേക്കും ആ കുടുംബത്തിന്, ബനൂ ഹാഷിം കുടുംബത്തിന് ഉപരോധം ഏർപ്പെടുത്തിയെന്നാണ്. വിവാഹബന്ധം പോലും വിച്ഛേദിച്ചുവെന്ന് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. 3 വർഷം പച്ചിലയും വെള്ളവും മാത്രം കഴിച്ചുകൊണ്ട് പൊന്നാര റസൂലുള്ളയും അനുചരന്മാരും കഴിഞ്ഞുകൂടി എന്നുള്ളത് ചരിത്രമാണ് വിശ്വാസികളെ. ആ ഉപരോധവും ബഹിഷ്കരണവും എല്ലാം കഴിഞ്ഞു. പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വീണ്ടും അബൂ താലിബിന്റെ സഹായത്തോടുകൂടി പ്രബോധന മേഖലയിൽ ഇറങ്ങുകയാണ്. അബൂ താലിബിന്റെ അടുക്കൽ വന്നുകൊണ്ട് മക്കക്കാർ പറഞ്ഞു, അബൂ താലിബ്, താങ്കൾ നാട്ടിലെ കാരണവരാണ്, താങ്കളുടെ മകനെ പ്രതിരോധിക്കണം, ഇല്ല എങ്കിൽ നമ്മുടെ പാരമ്പര്യം നഷ്ടപ്പെടും, പൂർവികരായിട്ടുള്ളവർ ആരാധിച്ചുകൊണ്ട് വരുന്നതിനെ ഇവിടെ നിഷ്കാസനം ചെയ്യപ്പെടും, അതുകൊണ്ട് അബൂ താലിബേ താങ്കളുടെ മകനെ ഈ പ്രബോധനത്തിൽ നിന്നും പിന്മാറ്റമുണ്ടാക്കുവാൻ ശ്രമിക്കണം. മകനെ ഉപദേശിച്ചുവെന്നാണ് ചരിത്രത്തിൽ കാണുന്നത്. അള്ളാന്റെ റസൂല് അബൂ താലിബിനോട് പറഞ്ഞ്, ഖുൽ യാ അമ്മി ലാ ഇലാഹ ഇല്ലല്ലാഹ്, പറ മൂത്താപ്പ. ആ സമയത്ത് അബീ ത്വാലിബ് പറയുന്ന ഒരു മറുപടി ചരിത്രത്തിൽ കാണാം. വലഖദ് അലിംതു ബി അന്ന ദീന മുഹമ്മദിൻ മിൻ ഖൈരി അദിയാനിൽ ബരിയത്ത് ദീനാ ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബത്തിൻ ലവജത്തനി സംഹു ബിദാക മുബീനാ. മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, നീ കൊണ്ടുവന്ന ഈ ദീനുണ്ടല്ലോ, ദീനിൽ വെച്ച് ഏറ്റവും ഖൈറാണ് എന്ന് എനിക്കറിയാം. വലഖദ് അലിംതു, എനിക്ക് ഉറപ്പാണ് മുഹമ്മദേ, നീ പ്രബോധനം ചെയ്യുന്ന ഈ ദീനുണ്ടല്ലോ അത്യുത്തമമാണ്. ലൗലൽ മലാമതു ഔ ഹിദാറു മസബ്ബതി ലവജത്തനി സംഹു ബിദാക മുബീനാ. ജനങ്ങൾ എന്നെ കളിയാക്കിയില്ലായിരുന്നുവെങ്കിൽ, ജനങ്ങൾ എനിക്ക് നൽകുന്ന സ്വീകാര്യത നഷ്ടപ്പെടുന്നില്ല എങ്കിൽ ഞാൻ ഇസ്ലാം ദീനിനെ പുൽകും മുഹമ്മദേ. നിന്റെ കൂടെ വന്നാൽ എനിക്കുള്ള സ്വീകാര്യത നഷ്ടപ്പെടുകയും എന്നെ ഈ മക്കക്കാർ പ്രയാസപ്പെടുത്തുകയും ചീത്ത വിളിക്കുകയും എന്നെ ബഹിഷ്കരിക്കുകയും ചെയ്യും എന്ന് ഞാൻ മനസ്സിലാക്കുന്നു മുഹമ്മദേ. അതുകൊണ്ട് നീ നിന്റെ പ്രബോധനവുമായിട്ട് മുന്നോട്ട് പോവുക എന്ന് പറയുന്ന അബീ താലിബിന്റെ ചരിത്രമാണ് വിശ്വാസികളെ നാം കാണുന്നത്. ഇന്നുമില്ല അത്രക്കാർ നമ്മുടെ പരിസരത്തും ചുറ്റുപാടും. പറയുന്ന പ്രബോധനം അല്ലെങ്കിൽ അറിയുന്ന സുന്നത്ത് സത്യമാണ്, ഇവൻ പറയുന്നതല്ലെങ്കിൽ ഇവർ പറയുന്ന പ്രബോധനമാണ് ഖുർആനിന്റെയും സുന്നത്തിന്റെയും അടിസ്ഥാനത്തിലുള്ളത്. എന്നാലും അവരോടൊപ്പം ഞാനില്ല. കണ്ണടച്ച് നാട്ടാചാരങ്ങളെ പുൽകുന്ന എത്രയോ പേർ നമ്മുടെ പരിസരങ്ങളിലുണ്ട്. അവരെയും തൃപ്തിപ്പെടുത്തുക, ഇവരെയും തൃപ്തിപ്പെടുത്തുക. അവരുടെ കൂടെ ജുമാ നമസ്കാരങ്ങളിൽ അല്ലാത്ത സമയങ്ങളിലൊക്കെ അവിടെ നമുക്ക് നമസ്കരിക്കാം. അവരുടെ തൃപ്തി വേണം, മഹല്ലാണ്. അവരെ നമുക്ക് അങ്ങനെ അനിഷ്ടകരമാക്കുവാൻ സാധ്യമല്ല. അവരെയും ഒന്ന് സംതൃപ്തമാക്കണം. ഇത് അബീ ത്വാലിബിന്റെ ഒരു നിലപാടാണ് എന്ന് ചരിത്രം പറയുകയാണ്. അങ്ങനെയുമുണ്ട്, ലോകാവസാനം വരെയും അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. ആ അബീ ത്വാലിബിന്റെ ചരിത്രമാണ് വിശ്വാസികളെ. ആ കാലഘട്ടത്തിലായിരുന്നു മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ 2 സംഭവങ്ങൾ ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്നുള്ള പേരിൽ അറിയപ്പെട്ടത്. ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം. 2 പേരുടെ മരണമാണ് പ്രവാചകരെ വല്ലാതെ മാനസികമായും ശാരീരികമായും തളർത്തിക്കളഞ്ഞത്. ഒന്ന് ഖദീജത്തുൽ കുബ്ര റളിയല്ലാഹു അൻഹ. നമുക്കറിയാം ആ ചരിത്രം. അള്ളാന്റെ റസൂല് പറയുകയാണ്, ജനങ്ങളെല്ലാം എന്നെ അവിശ്വസിച്ചപ്പോൾ എന്നെ വിശ്വസിച്ചതാണ് ഖദീജ.
ജനങ്ങളെല്ലാം എന്നെ കളവാക്കിയപ്പോൾ എന്നെ വിശ്വസിച്ച് എൻ്റെ കൂടെ വന്നവളാണ് ഖദീജ. എന്നെ തടഞ്ഞപ്പോൾ ധനം തന്നുകൊണ്ട്, കച്ചവടം തന്നുകൊണ്ട് എന്നെ വിശ്വസിച്ചവളാണ് ഖദീജ. അവരിലൂടെയാണ് എനിക്ക് കൂടുതൽ സന്താനങ്ങൾ ഉണ്ടായത് എന്ന് പറയുന്ന പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ളാഹുവിൻ്റെയും ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാമിൻ്റെയും സലാം ആ ഖദീജക്കുണ്ട് എന്ന് ജിബ്രീൽ അലൈഹിസ്സലാത്തു വസ്സലാം പ്രവാചകരോട് പറഞ്ഞത് ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. ഖദീജ റളിയല്ലാഹു അൻഹയുടെ മരണം വരെയും മറ്റൊരു കല്യാണത്തിന് പോലും ചിന്തയില്ലാത്ത റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ആ ഖദീജയുടെ മരണമാണ് ആമുൽ ഹുസ്ൻ, ദുഃഖവർഷം എന്ന പേരിൽ അറിയപ്പെട്ടത്. മറ്റൊന്ന് അബീ ത്വാലിബിന്റെ ആ മരണമാണ്. രണ്ടുപേരും താങ്ങും തണലുമായിരുന്നു. ഒന്ന് ഇസ്ലാം മതം വിശ്വസിക്കാതെ തന്നെ സഹായിച്ചു അബീ ത്വാലിബ്, മറ്റൊന്ന് പ്രവാചകരുടെ കൂടെ ആദ്യമായി ഇസ്ലാം മതം വിശ്വസിച്ച ഖദീജ റളിയല്ലാഹു അൻഹയുടെ ചരിത്രമാണ്. ആ രണ്ടുപേരുടെയും വിയോഗം അള്ളാന്റെ റസൂലിന്റെ മനസ്സിന് വലിയ ആഘാതം നൽകിയപ്പോൾ ആശ്വാസം തേടിക്കൊണ്ടായിരുന്നു കുടുംബക്കാരായ ത്വായിഫിലേക്ക് അള്ളാന്റെ റസൂല് പോയത് എന്ന് നമുക്കറിയാം. കുടുംബക്കാരൊക്കെ ഇവിടെയുണ്ട്. സാന്ത്വന വാക്കുകൾ ലഭിക്കും എന്നുള്ള ആ വിശ്വാസത്തോടുകൂടി അവിടെയും ചെന്നപ്പോഴേക്കും കൂക്കുവിളിയും ഭ്രഷ്ട് കൽപ്പിക്കലും എന്നൊക്കെ ചരിത്രത്തിൽ നാം വായിക്കുകയാണ്. ആ ത്വായിഫുകാരുടെ കല്ലേറ് കൊണ്ട് മുഖത്ത് നിന്നും നിർഗളമായി ഒലിക്കുന്ന രക്തം തുടച്ചുകൊണ്ട് പൊന്നാര റസൂലുള്ള പ്രാർത്ഥിക്കുകയാണ്, റബ്ബിഗ്ഫിർ ലിഖൗമി ഇന്നഹും ലാ യഅലമൂൻ. റബ്ബേ, പുറത്തു കൊടുക്കൂ, ക്ഷമിച്ചു കൊടുക്കൂ റബ്ബേ, അറിവില്ലാത്തവരാണ് അവർ. അവരുടെ പിൻഗാമികൾ എങ്ങാനും ഈ ഇസ്ലാമിന്റെ ശാദ്വല തീരത്തേക്ക് വരുന്നുവെങ്കിൽ അതാണ് റബ്ബേ എനിക്ക് ഏറ്റവും വലിയ ഖൈർ എന്ന് പ്രാർത്ഥിക്കുന്ന മഹാനായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ത്വായിഫ് കാലഘട്ടം. വിശ്വാസികളെ, ആ സമയത്ത് അള്ളാഹുവിൻ്റെ സഹായം പോലും നഷ്ടപ്പെട്ടു എന്ന് മക്കക്കാർ പറഞ്ഞിരുന്നതായി ചരിത്രം രേഖപ്പെടുത്തുകയാണ്. ആ സമയത്ത് വഹയ് പോലും കുറച്ച് ദിവസത്തേക്ക് നിലച്ചുവെന്നാണ്. മുശ്രിക്കുകൾ അതിനെ മുതലെടുത്തുവെന്നാണ്. ഖദ് വുദ്ദിഅ മുഹമ്മദുൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുഹമ്മദിനെ അള്ള കൈയൊഴിഞ്ഞു. വല്ലാത്ത ഒരു നൊമ്പരമാണ് ആ സമയത്ത്. ഒരു പെണ്ണ് വന്നുകൊണ്ട് അള്ളാന്റെ റസൂലിന്റെ മുഖത്ത് നോക്കി പറയുകയാണ്, യാ മുഹമ്മദ് ഇന്നി ലഅർജു അൻ യകുൻ ശൈത്വാനുക ഖദ് തറകക. നിന്നെ ശൈത്വാൻ കൈയൊഴിഞ്ഞിരിക്കുകയാണ്. നിനക്ക് വിണ്ണിൽ നിന്നും മണ്ണിലേക്ക് വഹി നിലച്ചല്ലോ. ശൈത്വാൻ നൽകിയിരുന്ന ആ വഹി നിനക്ക് നിലച്ചിരിക്കുകയാണ്. അള്ള പോലും നിന്നെ കൈവിട്ടിരിക്കുകയാണ് എന്ന് ആ പെണ്ണ് പറയുമ്പോൾ സാന്ത്വന വാക്കുകൾ അരുളുകയാണ് പ്രപഞ്ച സൃഷ്ടാവ്. വല്ലുഹാ, പ്രഭാതം തന്നെ സത്യം. വല്ലൈലി ഇദാ സജാ, ഇരുട്ടുമൂടിയ ലോകത്ത് ശാന്തമാകുന്ന രാത്രി തന്നെ സത്യം. മാ വദ്ദഅക റബ്ബുക വമാ ഖലാ, അള്ള നിന്നെ കൈവിട്ടില്ല മുഹമ്മദേ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അള്ള നിന്നെ വെറുത്തിട്ടില്ല, അള്ള നിന്നെ കൈയൊഴിയുകയില്ല. അങ്ങനെയാണ് വിശ്വാസികളെ ഇസ്രാ മിഅ്റാജ് പ്രവാചകരുടെ ജീവിതത്തിൽ നടന്ന അത്ഭുത സംഭവത്തിന്റെ സാക്ഷ്യം വഹിക്കുന്നത്. വിസ്മയങ്ങളുടെ കലവറകളാണ് ഇസ്രാ മിഅ്റാജും. അത് സ്വപ്നത്തിലല്ല, യാഥാർത്ഥ്യമാണ്. റൂഹും ജസദുമായിട്ടായിരുന്നു ആ ഇസ്രാ മിഅ്റാജ് യാത്രകളെന്ന് കൃത്യമായ രീതിയിൽ മുഫസ്സിരീങ്ങൾ നമുക്ക് രേഖപ്പെടുത്തി തരികയാണ്. 17-ാം അധ്യായം സൂറത്ത് ഇസ്രായിലെ 1-ാമത്തെ ആയത്ത് തന്നെ അത് തെളിവാണ്. അത്ഭുതത്തോടു കൂടിയാണ് ആ ആയത്ത് ആരംഭിക്കുന്നത്. ഒരു രാത്രിയിൽ അള്ളാഹുവിന്റെ അടിമയെ മസ്ജിദുൽ ഹറമിൽ നിന്നും മസ്ജിദുൽ അഖ്സയിലേക്ക് രാപ്രയാണം നടത്തിയവൻ ആരാണോ അവൻ പരിശുദ്ധവാനാണ്. ആ മസ്ജിദുൽ അഖ്സയുടെ പരിസരം നാം ബർക്കത്ത് ചെയ്തിരിക്കുകയാണ്. അള്ളാഹുവിന്റെ വിശുദ്ധ ഖുർആനിലെ ആയത്തുകളാണ്. കൃഷികൾ കൊണ്ടും തോട്ടങ്ങൾ കൊണ്ടും അരുവികൾ കൊണ്ടും അത് ബാറക്കനാ ലഹു, അതിന്റെ പരിസരങ്ങൾ നാം അനുഗ്രഹീതമാക്കിയിരിക്കുകയാണ്. അള്ളാഹുവിന്റെ ദൃഷ്ടാന്തങ്ങൾ പ്രവാചകരെ നേരിട്ട് കാണിച്ചു കൊടുത്തുകൊണ്ട് ആ സാന്ത്വന വാക്കുകൾ നൽകിയ പരിശുദ്ധ ഖുർആനിലെ ചരിത്രങ്ങളാണ് വിശ്വാസികളെ സൂറത്തുൽ ഇസ്രാഉം അതുപോലെ സൂറത്തുൽ നജ്മിലെ ചില ആയത്തുകളും. അള്ളാഹുവിന്റെ റസൂലിന്റെ സാന്ത്വനമരുളുന്ന ചില സംസാരങ്ങളാണ്. മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഇസ്രാ നടന്നത്, മിഅ്റാജ് നടന്നത്, അതിൽ പോലും അവ്യക്തതയുണ്ട്. കഴിഞ്ഞ ഖുത്ബയിൽ ഓർക്കുന്നുണ്ടാകും നിങ്ങൾ.
അള്ളാന്റെ റസൂലിന്റെ ജീവിതത്തിൽ ഇങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്, ഹക്കാണ്. പക്ഷെ അത് എന്ന് നടന്നു എന്നുള്ളതിൽ പണ്ഡിതന്മാർക്കിടയിൽ, മുഫസ്സിരീങ്ങളുടെയും മുഹദ്ദിസീങ്ങളുടെയും ഇടയിൽ അഭിപ്രായ ഭിന്നത രൂക്ഷമാണ്. എത്രത്തോളം എന്ന് വെച്ചാൽ യസീദു അലാ അശ്റത്തി അഖ്വാൽ, 10 അഭിപ്രായങ്ങളാണ്. ഇതെന്നാ നടന്നത്? ആരായി പറയുന്നത്? ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ് പറയുകയാണ്, കാന ഫീ ശവ്വാലിൻ ഔ ഫീ റമളാൻ വ റബീഉൽ അവ്വൽ വ കാന റജബ്. അത് ശവ്വാലിലാകാം, റമളാനിലാകാം, റബീഉൽ അവ്വലിലാകാം, റജബിലുമാകാം. 10 അഭിപ്രായങ്ങളാണ് ആ വിഷയത്തിലുള്ളത്. ചില ചരിത്രകാരന്മാർ പറയുകയാണ്, അന്നൽ ഇസ്റാ കാന ഫി റജബിൻ കാന വദാലിക കദബുൻ. ചില ഖുസ്വാസികൾ, ചില ചരിത്രകാരന്മാർ പറയുകയാണ്, അത് ഇസ്റാ മിഅ്റാജ് നടന്നത് റജബിലാണ്, 27-ലാണ്. അത് കളവാണ്. ആരായി പറയുന്നത്? 800 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചു മരിച്ചുപോയ ഒരു മുഹദ്ദിസാണ് ഇബ്നു ഹജർ അസ്കലാനി റഹ്മഹുല്ലാഹ്. നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാണ് എന്നുള്ളതിന് ഒരു തെളിവുമില്ല. ഏത് മാസങ്ങളിലുമാകാം, അല്ലാഹു അഅലം. എന്നാൽ നമ്മുടെ സമൂഹം ഇല്ലാത്ത നോമ്പിന് വല്ലാത്ത പോരിശ നൽകുന്ന ഒരു കാലഘട്ടത്തിലാണ് നാം ജീവിക്കുന്നത്. നാളെ റജബ് 27-ആണ്. അള്ളാന്റെ റസൂല് പഠിപ്പിച്ച സുന്നത്ത് നോമ്പുകൾക്കൊന്നുമില്ലാത്ത പ്രാധാന്യം നാളത്തെ മിഅ്റാജ് നോമ്പിന് പ്രാധാന്യം നൽകുന്ന ഒരു സമൂഹത്തിനിടയിലാണ് നാം ജീവിക്കുന്നത്. യൂട്യൂബുകളൊക്കെ തുറന്നാൽ നമുക്ക് കാണുവാൻ സാധിക്കും എന്തൊക്കെയാണ് തട്ടിവിടുന്നത്. 60 മാസത്തെ നോമ്പിന്റെ പ്രതിഫലമാണ് റജബ് 27-ന്റെ നോമ്പ്. നഊദു ബില്ലാഹ്. അങ്ങനെ ഒരു മിഅ്റാജ് നോമ്പ് പ്രവാചകർ പഠിപ്പിച്ചിട്ടുണ്ട് എങ്കിൽ വിശ്വാസികൾ സ്വീകരിക്കും. അങ്ങനെ ഒരു സംഭവം നടന്നു എന്നുള്ളത് യാഥാർത്ഥ്യമാണെന്ന് മനസ്സിലാക്കിയ സ്വഹാബികൾ പുന്നാര റസൂലുള്ളാഹിന്റെ വഫാത്തിന് ശേഷം ഒരു ഇസ്രാ മിഅ്റാജ് ദിനത്തിൽ പോലും അങ്ങനെ ഒരു നോമ്പ് അനുഷ്ഠിച്ചതായി ഹദീസിൽ സ്വഹീഹായി വന്നിട്ടില്ല. അതിനെ സംബന്ധിച്ച് അസ്കലാനി റഹ്മഹുല്ലാഹ് പറയുന്നത്, ഹദീസുൻ സ്വഹീഹുൻ യസ്ലുഹു ലിൽ ഹുജ്ജത്തി, തെളിവിന് കൊള്ളാവുന്ന ഒരൊറ്റ ഹദീസ് പോലും ഇല്ല എന്നാണ്. ഇതിനേക്കാളും എന്താണ് വേണ്ടത് സഹോദരങ്ങളെ? അതുകൊണ്ട് മിഅ്റാജ് നോമ്പ് പിടിച്ചുകൊണ്ട് നരകത്തിലേക്ക് പോകണ്ട. ഗൗരവമുള്ള കാര്യമാണ്. കാരണം മതത്തിന്റെ കാര്യത്തിൽ ഒരു പുണ്യം കൽപ്പിക്കണമെങ്കിലും അനുഷ്ഠിക്കണമെങ്കിലും അള്ളാഹ് പഠിപ്പിക്കണം, അള്ളാന്റെ റസൂല് പഠിപ്പിക്കണം സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. അത് രണ്ടിലും മിഅ്റാജ് നോമ്പ് ഇല്ല എന്നുള്ളത് കഴിഞ്ഞ ഖുത്ബയിൽ നാം മനസ്സിലാക്കിയതാണ്. വിശ്വാസികളെ, ഈ ഇസ്രാ മിഅ്റാജിൽ നെല്ലും പതിരും വിശ്വാസികൾ വേറിട്ട് മനസ്സിലാക്കണം. സുന്നികളായ നമുക്ക് കരുത്താണ്. സുന്നികൾ നമ്മളാണ്. അള്ളാന്റെ റസൂലിന്റെ സുന്നത്തിന് അനുധാവനം ചെയ്യുന്ന നമുക്ക് മിഅ്റാജ് എന്ന് പറയുന്നത് കരുത്താണ്. ജീവിതത്തിൽ കരുത്തായ ഒരു സംഭവമാണ്. എല്ലാം നഷ്ടപ്പെട്ട പ്രവാചകരെ അള്ളാഹുവിന്റെ അടുക്കലേക്ക് വിളിച്ചുകൊണ്ടു പോവുകയും സ്വർഗം കാണിച്ചു, നരകം കാണിച്ചു, സിദ്റത്തുൽ മുൻതഹ കാണിച്ചു, മലക്കുകളെ കാണിച്ചു, മുൻകഴിഞ്ഞ അമ്പിയാക്കന്മാരെ നേരിട്ട് കാണിച്ചു കൊടുത്തു. അതൊരു കരുത്തായിരുന്നു. എല്ലാം നഷ്ടപ്പെട്ടവന് കിട്ടുന്ന ഏറ്റവും വലിയ ഒരു കരുത്താണ് മിഅ്റാജ് എന്ന് പറയുന്നത്. വിശ്വാസികൾക്കും അതിൽ മാതൃകയുണ്ട് സഹോദരങ്ങളെ. മഹാപ്രളയത്തിന് മുന്നിൽ തവക്കുൽ നഷ്ടപ്പെടാതെ ധൈര്യത്തോടുകൂടി ചെറുത്തു നിന്ന മഹാനായ അവ്വലുർ റുസുൽ നൂഹ് നബി അലൈഹിസ്സലാത്തു വസ്സലാം തവക്കുലിന്റെ പ്രതീകമാണ്. അഗ്നിജ്വാലയുടെ ഓരത്തും പതറാത്ത ഖലീലുർ റഹ്മാൻ ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികൾക്കുള്ള കരുത്താണ് സഹോദരങ്ങളെ. ഈർച്ചവാളിന് മുന്നിലും ഭയപ്പെടാത്ത മഹാനായ ഈസാ നബി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികൾക്ക് കരുത്താണ്. ആർത്തിരമ്പി വരുന്ന തിരമാലകൾക്ക് മുന്നിൽ നേരിട്ട് കാണുന്ന മൂസാ നബി കലീമുല്ലാഹി അലൈഹിസ്സലാത്തു വസ്സലാം വിശ്വാസികൾക്ക് കരുത്താണ് സഹോദരങ്ങളെ. പീഡന പർവ്വം ചുറ്റുപാടിലും കാണുകയും അനുഭവിക്കുകയും ചെയ്യുന്ന മുത്തു റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ഒരു അത്ഭുതമായ മിഅ്റാജ് വിശ്വാസികൾക്ക് കരുത്താണ്. അവിടെയാണ് വിശ്വാസികളെ പതറരുത് എന്ന് പറയുന്നത്. ഈ യൻസുറുക്കുമുല്ലാഹ് ഫലാ ഗാലിബ ലക്കും, അള്ളാന്റെ സഹായം നമുക്കുണ്ടോ? ലോകം ആര് ഭരിക്കട്ടെ, രാജ്യം ആര് ഭരിക്കട്ടെ, തവക്കുലും ഈമാനും നമ്മുടെ കയ്യിലുണ്ടോ? അള്ളാഹു നമ്മെ ഒരു ശക്തിയുടെ മുന്നിലും പരാജയപ്പെടുത്തുകയില്ല. വിശുദ്ധ ഖുർആനിന്റെ വഅദയാണ്.
അള്ളാന്റെ സഹായം നഷ്ടപ്പെട്ടാലോ പിന്നെ ലോകം മുഴുവനും നിനക്കനുകൂലമാണെങ്കിലും നിന്നെ വിജയിപ്പിക്കുവാൻ ഒരു ശക്തിയെ കൊണ്ടും സാധ്യമല്ല എന്ന് വിശ്വാസികളെ ഉദ്ധരിച്ചുകൊണ്ട് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നമുക്ക് പഠിപ്പിച്ചു തരികയാണ്. ഇസ്രാ മിഅ്റാജിൽ വിശ്വാസികൾക്ക് കരുത്താകേണ്ടത് എന്ന് നാം ഇവിടെ സൂചിപ്പിച്ചു. അള്ളാഹുവിന്റെ പ്രവാചകരിൽ നിന്നും സ്വഹീഹായ ഒരു കാര്യം നമുക്ക് കിട്ടിയാൽ വിശ്വാസികൾക്ക് ഈ ഇസ്രാ മിഅ്റാജ് അത് കരുത്തായതുപോലെ അത് നമ്മുടെ ബുദ്ധിക്കോ നമ്മുടെ യുക്തിക്കോ നമ്മുടെ ചിന്തക്കോ വിധേയമാകാതെ സമഅനാ വ അത്വഅനാ, അതാണ് മിഅ്റാജും ഇസ്രാഉം. അതാണ് അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹുവിന്റെ ചരിത്രം. അവിശ്വസിച്ച ഖുറൈശികൾക്കിടയിൽ നിന്നുകൊണ്ട് ചങ്കൂറ്റത്തോടുകൂടി പറയുന്നു, അള്ളാന്റെ റസൂൽ അങ്ങനെ പറഞ്ഞുവോ? 40 ദിവസം നീണ്ട യാത്രയ്ക്ക് വേണ്ടിയിരുന്ന മക്കയിൽ നിന്നും അതുപോലെ മസ്ജിദുൽ അഖ്സയിലേക്ക് പോകണമെങ്കിൽ 40 ദിവസത്തെ വഴിയാത്രയുടെ ദൂരമുണ്ട്, ദൈർഘ്യമുണ്ട്. ഒറ്റ രാത്രി കൊണ്ട് അള്ളാന്റെ റസൂൽ നടന്നു വന്നു അല്ലെങ്കിൽ പോയി വന്നു എന്ന് പറഞ്ഞത് സത്യമാണോ? എങ്കിൽ ഞാൻ വിശ്വസിച്ചിരിക്കുന്നു, ഇത് അബൂബക്കർ പറയുന്നത്. അതാണ് വിശ്വാസികളെ നമ്മുടെ കരുത്ത്. സ്വഹീഹായ ഒരു ഹദീസിൽ ഒരു കാര്യം ഇടം പിടിച്ചാൽ പിന്നെ നമ്മുടെ ബുദ്ധിയോ നമ്മുടെ ചിന്തയോ അവിടെ വകവയ്ക്കരുത്. സമഅനാ വ അത്വഅനാ. അതാണ് മിഅ്റാജ് നമുക്ക് നൽകുന്ന ഒരു കരുത്ത്. പിന്നെ ഈ മിഅ്റാജ് രാവിൽ ഇസ്രാ രാവിൽ നടന്ന ഒരു സംഭവത്തെ നമ്മുടെ പരിസരങ്ങളിൽ അല്ലെങ്കിൽ സമസ്തക്കാരെന്ന് പറയുന്നവർ അല്ലാഹ് അല്ലാത്തവരെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുന്ന ഇവർ ദുർവ്യാഖ്യാനം ചെയ്യാറുണ്ട്. എന്താണ് അവർ ഇന്നും പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്. മരിച്ചുപോയ മഹാന്മാരെ വിളിച്ചു തേടി പ്രാർത്ഥിക്കുവാനുള്ള തെളിവ് സ്വഹീഹുൽ ബുഖാരിയിലുണ്ട്. 3887 ബാബുൽ മിഅ്റാജ്. എന്താണ് സംഭവം നമുക്കറിയാം. അള്ളാന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് മിഅ്റാജ് രാവിൽ അള്ളാഹുവിന്റെ സമ്മാനമായി ലഭിച്ചതാണ് 50 വഖ്ത് നമസ്കാരം. ആകാശത്ത് നിന്നും റബ്ബിന്റെ സമ്മാനവും വാങ്ങിക്കൊണ്ട് തിരികെ വരുന്ന മഹാനായ പ്രവാചകരെ മൂസാ നബി കാണുകയാണ്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ, അള്ളാഹുവിന്റെ സമ്മാനം എന്താണ് എന്ന് ചോദിക്കുമ്പോൾ മഹാനായ പ്രവാചകർ പറയുകയാണ്, മൂസാ, എൻ്റെ ഉമ്മത്തിന് 50 വഖ്ത് ഒരു സമൂഹത്തെ പരിചയപ്പെടുത്തിയ, ഒരു സമൂഹത്തെ മുന്നിൽ നിന്നും നയിച്ച മൂസാ നബിക്കറിയാം, അള്ളാന്റെ റസൂലേ, നിന്റെ ഉമ്മത്തിന് സാധ്യമല്ല. ഇന്ന ഉമ്മതക ലാ തസ്തതിഉ 50 സ്വലാത്തൻ കുല്ല യൗമിൻ. സാധ്യമല്ല നിന്റെ ഉമ്മത്തിന്. കാരണം ഞാൻ ഒരു സമൂഹത്തെ നിയന്ത്രിച്ച ആളാ, ഒരു സമൂഹത്തെ മുന്നോട്ട് നയിച്ച ആളാ. അതുകൊണ്ടാണ് ഞാൻ ഈ പറയുന്നത്, നിന്റെ ഉമ്മത്തിന് സാധ്യമല്ല ഒരു ദിവസം 50 വഖ്ത് നമസ്കാരം. അതുകൊണ്ട് ഫർജിഉ ഇലാ റബ്ബിക്, നിന്റെ റബ്ബിങ്കലേക്ക് തിരിച്ചു ചെല്ലണം. ഫസ്അൽഹു തഖഫീഫ ലി ഉമ്മതിക്, ഒന്ന് ലഘുവാക്കുവാൻ പറയണം. നമുക്കറിയാം അങ്ങനെ 5 വഖ്താക്കി. മരിച്ചുപോയ മൂസാ നബി അള്ളാന്റെ റസൂൽ സഹായം തേടിയില്ലേ, അതുകൊണ്ട് നമുക്കും സഹായം തേടിക്കൂടെ എന്നാണ് ഈ ജാഹിലുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അള്ളാഹുവിന്റെ പ്രവാചകർ മൂസാ നബിയെ മുഖാമുഖം കാണുകയാണ്. അദൃശ്യനായ മൂസാ നബിയോടല്ല, അഭാവത്തിലുള്ള മൂസാ നബിയോടല്ല, മുഖാമുഖം കാണുകയാണ് ആകാശത്തിങ്കൽ വെച്ചുകൊണ്ട്. അങ്ങനെ കണ്ടുകൊണ്ട് സുഖവിവരങ്ങൾ തേടുന്നതോടൊപ്പം തന്നെ ഈ വിവരം അങ്ങോട്ടും ഇങ്ങോട്ടും പറയുകയാണ്. ഇതിലെവിടെയാണ് ഗൈബിയായ കാര്യം? ഇതിലെവിടെയാണ് മൂസാ നബിയോട് പ്രാർത്ഥിച്ചത്? ഇതാണോ തെളിവ് മരിച്ചവരോട് പ്രാർത്ഥിക്കുവാൻ? ഒരിക്കലുമില്ല സഹോദരങ്ങളെ, ഒരിക്കലുമില്ല. പിന്നെ ഈമാനികമായിട്ടുള്ള മിഅ്റാജ്, സുന്നികൾക്കുള്ള കരുത്ത് എന്ന് പറയുന്നത് പ്രലോഭനങ്ങൾക്ക് വിധേയരാകാതിരിക്കുക എന്നാണ്. ഏത് പ്രതിസന്ധിയിലും അല്ലാഹ് കൈവിടില്ല എന്നുള്ള ആ ഒരു ബോധം, അത് സംഘടനയാകട്ടെ, സാംസ്കാരിക മേഖലകളാകട്ടെ, നമ്മുടെ സാമൂഹിക ചുറ്റുപാടുകളിലാകട്ടെ, നാം നിൽക്കുന്ന ആ ഒരു നിലപാട് സത്യസന്ധമാണോ, ഹക്കാണോ, ഖുർആനിനും സുന്നത്തിനും അനുസരിച്ചാണോ നമ്മുടെ നിലപാട് എങ്കിൽ ആരൊക്കെ നമ്മെ കൈയൊഴിഞ്ഞാലും, പ്രതീക്ഷയുള്ളവർ പോലും നമ്മെ കൈയൊഴിഞ്ഞാലും അല്ലാഹ് കൈവിടില്ല എന്നുള്ളതാണ് മിഅ്റാജിന്റെ കരുത്ത് എന്ന് പറയുന്നത്. അതാണ് വിശ്വാസികളെ. അല്ലാഹ് കൈവിട്ട് കഴിഞ്ഞാൽ പിന്നെ ലോകം മുഴുവനും നമ്മുടെ കൂടെയുണ്ട് എങ്കിലും പരാജയമാണ് എന്ന് പഠിപ്പിക്കുന്നതാണ് മിഅ്റാജിന്റെ ചരിത്രം എന്ന് പറയുന്നത്. ഖുറൈശികൾ എന്തെല്ലാം വാഗ്ദാനമാണ് നൽകിയത് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക്. ഇതിന്റെ ആദ്യം സൂചിപ്പിച്ചുവല്ലോ, നിന്നെ ധന്യനാക്കാം, നിനക്ക് എന്താണ് വേണ്ടത്? അവിടങ്ങളിലൊക്കെ നിലപാടോടുകൂടി ജീവിച്ച മഹാനായ പ്രവാചകർ സല്ലല്ലാഹു അലൈഹി വസല്ലം എല്ലാം നഷ്ടപ്പെട്ടിട്ടും
എല്ലാം ഇല്ലാതെയായിട്ടും അള്ളാഹുവിൽ തവക്കുലാക്കിയ മഹാനായ പ്രവാചകർ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവരുടെ ജീവിതത്തിൽ നടന്ന ഏറ്റവും വലിയ അത്ഭുതങ്ങളിൽ ഒന്ന് ഇസ്രാ മിഅ്റാജ്. അത് വിശ്വാസികൾക്കുള്ള കരുത്താണ്, സുന്നികൾക്കുള്ള കരുത്താണ് എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു അത്തരം മുത്തഖീങ്ങളിൽ നാം ഏവരെയും ഉൾപ്പെടുത്തുമാറാകട്ടെ.